അടിപൊളി A+ അല്ല ഫുൾ മാർക്ക് ലെവൽ ചോദ്യമാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഒന്നാമത് ചോദ്യം, ഈ കാണുന്ന അരിത്മെറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ 5 പദങ്ങളുടെ തുകയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇത് ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പർ ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ n² ആണ്. അപ്പൊ 5 പദങ്ങളാണെങ്കിൽ 5ന്റെ സ്ക്വയർ 25. ഓക്കെ, ഇനി അല്ലെങ്കിൽ നിങ്ങൾ സാധാ പോലെ ഇങ്ങനെ കൂട്ടിയാലും മതി, ഒരു കുഴപ്പമില്ല. അടുത്ത ചോദ്യം, ഈ കാണുന്ന സമാന്തരശയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുകയാണ്. n പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ n² ആണ്. n² എഴുതിയാൽ മതി, ഫുൾ മാർക്കാണ്. അതോടുകൂടി ഞാൻ ആദ്യത്തെ തന്നെ പറഞ്ഞു. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ്. ഈ കാണുന്ന സമാന്തരശയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുകയാണ്. സോ നമുക്കറിയാം ഡിനോമിനേറ്റർ എല്ലാം സെയിം ആയതുകൊണ്ട് ഡിനോമിനേറ്ററിൽ ബൈ n ആണ് വരിക. ആൻഡ് ന്യൂമറേറ്റർ മുകളിൽ നമുക്കറിയാം 1, 3, 5 അതിൻ്റെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, അത് n² ആണ്. സോ n² ബൈ n കിട്ടും. സ്ക്വയറും n കട്ട് ചെയ്താൽ ഉത്തരം n ആണ്. വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ സം ഓഫ് ഫസ്റ്റ് 2020 ടേംസ് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ്. ഈ കാണുന്ന സമാന്തരശയുടെ 2020 പദങ്ങൾ. അപ്പൊ n എന്ന് പറഞ്ഞാൽ 2020 ആണ്. അപ്പൊ 2020 പദങ്ങളുടെ തുക പറഞ്ഞാൽ 2020ന്റെ സ്ക്വയർ. കാരണം മുകളിൽ എന്താണ്, ഓഡ് നമ്പർ ആണ്. ബൈ അടിയിലെല്ലാം സെയിം ആണ്, 2020 ആണ്. സോ 2020ന്റെ സ്ക്വയറും 2020 വെട്ടിപ്പോയാൽ എന്ത് കിട്ടും, 2020 കിട്ടും. സോ ഈ ചോദ്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 1, 3, 5 ബൈ 2025 പദങ്ങളുടെ തുക ഒന്ന് കണ്ടുപിടിക്കുക. എല്ലാത്തിൻ്റെ ഡിനോമിനേറ്റർ 2025 ആണ്. എങ്കിൽ 2025 പദങ്ങളുടെ തുക എത്ര, നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. എല്ലാ SSC ഫ്രണ്ട്സിനും ഒന്ന് അയച്ചു കൊടുക്കുക. ബൈ.